അപ്പോൾ ഇന്നാട്ടോ നമ്മുടെ കല്യാണത്തലേന്ന്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തുനിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നല്ലോ. വന്നിട്ട് നേരെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് ആർക്കും എടുത്തിട്ട ഇലയാണ്. ഞാൻ നേരെ അവിടെ കയറിയിരുന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ പന്തലൊക്കെ ഇട്ടേക്കുന്നിടത്തോട്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഓരോ തിരക്കിലുണ്ട്. അതേ കല്യാണപ്പണിയോട് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ അതേ ഒരുത്തന്നെ ക്യാമറ കണ്ടിട്ട് ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. അത് ചുമ്മാ നമ്മൾ അനിയന്മാരുടെ അടുത്ത് കേട്ടോ. അവന്മാരെല്ലാം കൂടെ അവിടെ ഇരുന്ന് ഗെയിം കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് വന്നപ്പോൾ ആ പെണ്ണിൻ്റെ ബ്ലൗസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കുകയാണ്. ഞങ്ങളുടെ കുറച്ച് കുടുംബശ്രീ കൂടിയപ്പോഴേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി അപ്പോൾ കുടുംബശ്രീ കൂടെ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ഈ ഒരുത്തി ഒഴിച്ച് ബാക്കി എല്ലാവരും കല്യാണത്തിനുണ്ടായിരുന്നു. നമുക്ക് ലീവ് കിട്ടില്ല. അപ്പോൾ ചെന്നൈയിലാട്ടോ. അത് കഴിഞ്ഞിട്ട് മൈലാഞ്ചിയൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു. എങ്കിൽ നമ്മൾ പന്ത്രണ്ടിടത്ത് പോയിരുന്ന് മൈലാഞ്ചി ഇടാമെന്ന് വെച്ചത് എല്ലാവരും ഇരിക്കുകയാണ്. ഫസ്റ്റ് ഞങ്ങൾ കേട്ടോ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിരുന്നത്. പെണ്ണ് ഞങ്ങൾ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഒതുക്കി വെച്ചേച്ച് അവളോട് ഇരുന്ന് നൈസായിട്ട് മൈലാഞ്ചി ഇടുന്നുണ്ട്. അവളെക്കാട്ടിൽ ടെൻഷനും തിരക്കും ഒരുക്കമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അവൾക്കില്ലാത്ത ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. മൈലാഞ്ചി ഇടണം, ഡ്രസ്സ് എടുക്കണം, സാരി എടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ നല്ല രസമായിട്ട് എല്ലാവരും കൂടെ കൂടി ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെയുള്ള എന്തൊരു ഫംഗ്ഷൻ ആയിരിക്കില്ല എല്ലാവരും കൂടി ഇരിക്കുന്നത്. രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ മൂന്നാമത് ഒരാളും കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഓരോരുത്തരെടുത്തിട്ട് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ ഇതുപോലുള്ള അവസരത്തിലല്ലേ എല്ലാവരെയും കൂടി കിട്ടത്തുള്ളൂ. പിന്നെ അവിടുത്തെ ഫുൾ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ മൈക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പാട്ടിട്ട് തുള്ളലും മേളമൊക്കെ ആയിരുന്നു. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഒരുത്തിയുടെ ഭയങ്കര ക്യൂട്ട്നെസ്സാണ്. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യഥാർത്ഥ മുഖം കാണാൻ വേണ്ടി. അപ്പോൾ ടാറ്റാ.